കണ്ണൂർ തളിപ്പറമ്പ് ടൗണിലെ വ്യാപാര സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ വിശദമായ അന്വേഷണം ഇന്ന് ആരംഭിക്കും. ഫയർഫോഴ്സ്, പോലീസ്, റവന്യൂ അധികൃതരാണ് അന്വേഷണം നടത്തുക. ഉദ്യോഗസ്ഥർ ഇന്ന് കെട്ടിടം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തും. അപകടത്തിന്റെ കാരണം സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കുകയാണല്ലോ. എന്തൊക്കെ കാര്യങ്ങളിലാണ് അന്വേഷണം ഉണ്ടാവുക? ജില്ലാ കളക്ടർ ഇന്നലെ ഈ സ്ഥലം സന്ദർശിച്ച ശേഷം അത് വ്യക്തമാക്കിയതാണ്. ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണം എന്ന കാര്യമാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. അതിൽ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്, എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ആയിരിക്കും അന്വേഷണം ഇന്ന് ആരംഭിക്കുക. അത് വിവിധ തലങ്ങളിലുള്ള അന്വേഷണം എന്തായാലും ഉണ്ടാകും. റവന്യൂ വകുപ്പിൻ്റെ, ഫയർഫോഴ്സിൻ്റെ, പോലീസിൻ്റെ ഒക്കെ സമാന്തരമായ അന്വേഷണം ഇതിൽ നടക്കും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്നലെ ഈ തീപിടുത്തമുണ്ടായ വ്യാപാര സമുച്ചയമാണ് നമ്മളിപ്പോൾ ഇതിൽ കാണുന്നത്. ഇതിൻ്റെ മുൻഭാഗത്ത് 10-ലേറെ കടകളുണ്ട്. അത് പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. ഇതിന് അകത്തേക്ക്, ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അകത്തേക്കും വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഏകദേശം 40-ലധികം വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് വ്യാപാരികളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം. ഇവിടെ ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ഇതിൽ വ്യാപാരികൾ കാണാം, ട്രാൻസ്ഫോമർ ഉണ്ട്. ഈ ട്രാൻസ്ഫോമറിനുണ്ടായ അവിടെ നിന്നാണ് തീ പടർന്നത് എന്നതാണ് വ്യാപാരികൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതിൽ വിശദമായ അന്വേഷണം വേണം. കൃത്യമായ നാശനഷ്ടമൊക്കെ അതിൽ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി അതിൽ കൃത്യമായ നാശനഷ്ടം കണക്കാക്കി അതിൽ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തണം എന്നാണ് വ്യാപാരികൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. വലിയ ആശങ്ക നൽകുന്ന കാഴ്ച തന്നെയാണ്. നമുക്കറിയാം, പലതരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ഇവിടെ. ഹോട്ടലുകൾ, സ്റ്റേഷനറി കടകൾ, ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, അങ്ങനെ ആൾക്കാരുടെയൊക്കെ വലിയ സ്വപ്നങ്ങളായിരിക്കും. അതൊക്കെയാണ് ഒരു മണിക്കൂറുകൾക്കകം വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ഇങ്ങനെ പുക ഉയരുന്നത് കാണാം. ഇന്നലെ പൂർണ്ണമായും തന്നെ തീ അണക്കാൻ എന്തായാലും സാധിച്ചിട്ടുണ്ട്. എന്തായാലും വ്യാപാരികളുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് തേടേണ്ടതുണ്ട്. വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അതെ, വലിയ നാശനഷ്ടം. കോടിക്കണക്കിന് നാശനഷ്ടങ്ങളുണ്ടാവും. ഇത് തളിപ്പറമ്പിൻ്റെ ഒരു ഹൃദയഭാഗമാണ്, ബസ് സ്റ്റാൻഡിന് സമീപം. അതെ അതെ അതെ. എത്ര കടകളുണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട്? ഒരു കടകൾ 100-100 കടകളുണ്ടാവും. എന്നാലും 10-60 കടകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പരിഹാരം മതിയായി വേണം. തീർച്ചയായിട്ടും. എന്തായാലും ഇവിടെ ഇപ്പോൾ വ്യാപാരികൾ, അവരുടെ വ്യാപാരി സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. അവർ കൃത്യമായി ഈ കാര്യം അധികൃതരോട് വ്യക്തമാക്കുകയാണ്. ഇവിടെ വരുന്ന പോലീസിനോട് ഉൾപ്പെടെ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. എത്ര സ്ഥാപനങ്ങളുണ്ട്, എത്ര സ്ഥാപനങ്ങൾ പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യത്തിലൊക്കെ അവർ ഇത് പരിശോധിക്കുകയാണ്. എന്തായാലും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. 40-ലേറെ കടകൾ ഇന്നലെ കണക്കുകൾ പറയുന്നത്. നമുക്ക് ഇവരുടെ ചേട്ടാ, എത്ര കടകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്? എന്തായാലും നമുക്ക് പൂപ്പറമ്പയാണ് അവിടെ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ നഷ്ടം എത്ര സംബന്ധിച്ചു എന്നതിൽ കണക്കെടുപ്പുകൾ ഉണ്ടാകും. നഷ്ടപരിഹാരം എപ്പോൾ നൽകണമെന്ന കാര്യത്തിൽ തീരുമാനം പിന്നീടുണ്ടാകും. ഉദ്യോഗസ്ഥരിന്ന് കെട്ടിടം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തും. തളിപ്പറമ്പ് തീപിടുത്തത്തിൽ സകലതും നഷ്ടമായവർക്കൊപ്പം സങ്കടത്തിലാണ് തമിഴ്നാട് സേലം സ്വദേശികളായ ദമ്പതികളും. ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന പക്ഷിയമ്മയുടെയും സുബ്രഹ്മണ്യന്റെയും സമ്പാദ്യമായ 5000 രൂപയും വസ്ത്രങ്ങളും എല്ലാം കത്തിപ്പോയി. கடையாண்ட தான் படுத்துக்கிறது. அதாவது இப்போ இந்த பேக்கெல்லாம் இந்த பேர பிள்ளைங்களுக்காக சேர்த்து வச்சுருந்தேன் ஒரு 5000 ரூபாய் காசு. அதெல்லாம் எரிஞ்சுட்டு இருக்குது. கடந்து மாங்காட்டியும் சரி பேக் அந்த டீ கடை இந்த வைப்போம் வச்சுட்டு எப்படி போவோம் நாங்கள் அந்த கடை பார்க்குறதுக்கு. ராத்திரி சாயந்தரம் வந்தால் பார்த்தா எரியுது இது. சரி எடுத்துக்கலாமேன்னு சொல்லி விட்டுருமாங்காட்டி பூரா எரிஞ்சிடுச்சுன்னாங்கிறாங்க. சில்லறை காசு ஒரு 500 ரூபா வச்சுருந்தான். நோட்டு ஒரு 500, 5000 வச்சுருந்தான். கையில் பைசா இல்லை சாமி, எறாளர். இன்னைக்கு ஊருக்கு போகலான்னு பார்த்தோம். ஊருக்கு பார்த்தோம், இல்லை, ஊருக்கும் போக முடியாது சாமி. 10 பைசா கட்டணும் காசு இல்லை. சாப்பாட்டுக்கு இல்லை, ஊருக்கு போக காசு இல்லை. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.